ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ നടക്കുവാനും ആ ഇമ്പമേറിയ ശബ്ദം കേൾക്കുവാനും തിരുവിഷ്ടം മനസ്സിലാക്കുവാനും ഹൃദയവിശുദ്ധി പ്രാപിക്കേണ്ടുന്നത് അനിവാര്യമാണ്. യേശു പറഞ്ഞ വാക്കുകൾ ഈ സമയത്ത് നമ്മൾ ഓർക്കുന്നത് നല്ലതാണ്. ഹൃദയവിശുദ്ധി ഉള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ദൈവത്തിൽ നിന്ന് മനുഷ്യനെ അകറ്റുന്നത് മനുഷ്യന്റെ പാപം തന്നെയാണ്. ആ പാപം കേവലം അവന്റെ ശരീരത്തിൽ മാത്രമല്ല, അവന്റെ സമസ്ത മേഖലകളിലും ബാധിച്ചിരിക്കുന്നു എന്നത് വളരെ വ്യക്തമായി വേദപുസ്തകം പറയുന്നു. അപ്പം അതെങ്ങനെയാണ് അവനെ ബാധിച്ചിരിക്കുന്നതെന്നും അതിൽ നിന്നൊരു വിമോചനം എങ്ങനെയാണ് സാധ്യമാണെന്നും നാം മനസ്സിലാക്കണം. കാരണം ഇത് മനസ്സിലാക്കേണ്ടുന്നതിൻ്റെ അത്യാവശ്യം ദൈവം ആരാണെന്നുള്ള മനസ്സിലാക്കലിൽ നിന്നാണ്. ദൈവം വിശുദ്ധനാണ്. വിശുദ്ധനായ ദൈവത്തോടു കൂടി സഹവസിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയും ദൈവിക വിശുദ്ധി പ്രാപിക്കാത്തിടത്തോളം ദൈവത്തോടുകൂടെ സഹവാസം സാധ്യമല്ല. ദൈവശബ്ദം കേൾക്കാൻ പറ്റത്തില്ല. ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ വസിക്കുവാനായിട്ട് പറ്റത്തില്ല. പാപത്തെക്കുറിച്ച് പറയുന്നത്, പാപം മനുഷ്യന്റെ ഹൃദയത്തെ ബാധിക്കുന്ന ഒരു രോഗമായിട്ടാണ്. വിലാപങ്ങളുടെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് പാപം മനുഷ്യന്റെ ഹൃദയത്തെ ബാധിക്കുന്ന രോഗമായിട്ടാണ്. മനുഷ്യന്റെ സകല പാപപ്രകൃതികളുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത് അവന്റെ ഉള്ളിൽ നിന്നാണ്. പുറമേ നമ്മൾ ഇതിനെ ജയിക്കാനായിട്ട് എത്ര പരിശ്രമം നടത്തിയാലും പല സമയത്തും കഴിയാത്തതിന്റെ കാരണം ഇതിന്റെ അടിവേരുകൾ നമ്മുടെ ഉള്ളിൽ കിടക്കുന്നത് കൊണ്ടാണ്. തെളിവ് ഞാൻ നൽകിത്തരാം. മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യത്തിൽ യേശു കർത്താവ് ഏകദേശം 13 കൂട്ടം പാപങ്ങൾ എഴുതിയിട്ടുണ്ട്. ദുഷ്ടത, അഹങ്കാരം, അതുപോലെ തന്നെ ജഡമോഹങ്ങൾ എന്ന് വേണ്ട ഒട്ടുമിക്ക പാപങ്ങളുടെ ലിസ്റ്റുകളും എഴുതിയിട്ടുണ്ട്. എന്നിട്ട് അവിടെ കർത്താവ് പറഞ്ഞ വാക്കുകൾ, ഇതെല്ലാം മനുഷ്യന്റെ അകത്തു നിന്ന് പുറപ്പെട്ട് അവനെ അശുദ്ധനാക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ പല സമയങ്ങളിലും നമ്മളുടെ ജഡത്തിന്റെ പാപങ്ങളായി, അല്ലെങ്കിൽ ജഡമാണ് പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴും ഇത് നമ്മളുടെ ജഡം മാത്രമല്ല, ഇതൊരു മനുഷ്യന്റെ സമസ്ത പ്രകൃതിയെയും ഈ പാപം ബാധിച്ചിരിക്കുന്നു. അതിൽ നിന്ന് പുറത്തു വരുവാനായിട്ട് ഒരു വ്യക്തിയെ സമ്മതിക്കുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആ ഒരു വ്യാപ്തിയും ഗൗരവമായ പഠിപ്പീരും നമ്മൾ മനസ്സിലാക്കി എങ്ങനെ ഇതിൽ നിന്ന് പുറത്തു വന്ന് ദൈവശബ്ദം കേട്ട് ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ ജീവിക്കാനായിട്ട് പറ്റുമെന്ന് ഓരോ ക്രിസ്തു വിശ്വാസിയും വ്യക്തമായി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇതിൻ്റെ അകത്തൊരു വ്യക്തത നമുക്ക് ആവശ്യമാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. പല സമയങ്ങളിലും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അഡ്രസ്സ് ചെയ്യാതെ പോവുകയാണ്. കാരണം രക്ഷിക്കപ്പെടുന്ന സമയത്തും അല്ലെങ്കിൽ ക്രിസ്തുവിലൂടെയുള്ള രക്ഷയിലൂടെ സംഭവിക്കുന്നതും ഇത് തന്നെയാണ്. പാപത്തെ ജയിച്ച് ഒരു വ്യക്തി ദൈവകൃപയിലേക്ക് പോകണമെങ്കിൽ ഹൃദയപൂർവം അവൻ ദൈവവചനം പഠിക്കണം എന്നുള്ളതാണ്. തെളിവ് ഞാൻ നിങ്ങൾക്ക് നൽകിത്തരാം. റോമാലേഖനം 6-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യത്തിൽ പൗലോസിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: നിങ്ങൾ പാപത്തിന്റെ ദാസന്മാർ ആയിരുന്നു എങ്കിലും നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ ഹൃദയപൂർവം അനുസരിച്ച് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന്റെ ദാസന്മാരായി തീർന്നിരിക്കാൻ സ്തോത്രം. അപ്പൊ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ഒരു വ്യക്തി യഥാർത്ഥമായിട്ട് പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ പുറമെ എന്തെങ്കിലും കർമ്മങ്ങളോ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ ചെയ്തിട്ട് കാര്യമില്ല. ദൈവത്തിന്റെ വചനത്തെ ഹൃദയപൂർവം പഠിച്ച് മനസ്സിലാക്കി അവൻ അതിൽ നിന്ന് വിമോചനം പ്രാപിച്ച് വരണം. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞല്ലോ, പ്രാർത്ഥനയിൽ ഏകാഗ്രതയില്ലാത്തതിന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് നമ്മുടെ മനസ്സ് തന്നെയാണ്. എന്തുകൊണ്ടാണത് സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഇന്ന് ചിന്തിക്കുവാനായിട്ട് പോവുകയാണ്. ദൈവം മനുഷ്യനെ തൻ്റെ സ്വന്തം സാദൃശ്യത്തിലും സ്വരൂപത്തിലുമാണ് സൃഷ്ടിച്ചത്. ഇതര ജീവിവർഗങ്ങളെ പോലെയല്ല ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. അതുകൊണ്ട് തന്നെ അവൻ വ്യത്യസ്തതയുള്ളവനാണ്. ബാബേൽ ഗോപുരത്തിന്റെ നിർമ്മാണത്തിന്റെ വേളയിൽ യഹോവയാം ദൈവം പറഞ്ഞ വാക്കുകൾ ശ്രദ്ധേയമാണ്. അവൻ നിരൂപിക്കുന്നതൊന്നും അവന് അസാധ്യമാകത്തില്ല. അതുകൊണ്ട് ഇറങ്ങിച്ചെല്ലുക, അവരുടെ പ്രവൃത്തികളെ നിർത്തലാക്കുക, എന്താണ് അവർ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു. അപ്പം ഒരു മനുഷ്യൻ എന്ന് പറയുന്ന വ്യക്തി സാധാരണക്കാരനല്ല. ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന്റെ ഉള്ളിൽ ദൈവികമായ കഴിവുകൾ വസിക്കുന്നുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് കാണുന്ന ഈ ടെക്നോളജികളെല്ലാം, ഈ AI അടക്കമുള്ള ഇപ്പോഴത്തെ ഈ ഇൻഫർമേഷൻ ടെക്നോളജികൾ ഡെവലപ്മെന്റ്, ഇതിൻ്റെ എല്ലാം പ്രധാനപ്പെട്ട കാരണം, മൃഗങ്ങളിൽ നിന്ന് മനുഷ്യൻ വ്യത്യസ്തനായതിൻ്റെ കാരണമെന്ന് പറയുന്നത് അവൻ ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട ദൈവികമായ കഴിവുകൾ അവനിൽ ഉള്ളവനാണ് എന്നുള്ളതാണ്. പക്ഷേ ദുഃഖകരമെന്ന് പറയട്ടെ, ഏദൻ തോട്ടത്തിലെ മനുഷ്യന്റെ വീഴ്ചയ്ക്ക് ശേഷം അവന്റെ ഇച്ഛാസ്വാതന്ത്ര്യം സമ്പൂർണമായും
പാപത്തിന്റെ മുൻപിൽ അടിയറ വെച്ചു, ഇല്ലെങ്കിൽ പിശാചിന്റെ മുമ്പിൽ അടിയറ വെച്ചതുകൊണ്ട് അവൻ ഇന്ന് പാപത്തിന്റെ സ്വാധീനത്തിന്റെ അകത്താണ് ജീവിക്കുന്നത്. ആ പാപത്തിൽ നിന്നുള്ള സ്വാധീനത്തിൽ നിന്ന് ഒരുത്തൻ വിമോചനം പ്രാപിക്കണമെങ്കിൽ യേശുക്രിസ്തുവിലൂടെ ലഭ്യമാകുന്ന രക്ഷയെ അതിൻ്റെ പൂർണ്ണമായിട്ട് അനുഭവിക്കുവാനായിട്ട് കഴിയണം എന്നുള്ളതാണ്. ഞാനതിനെ കുറച്ച് വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത്, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അവനിൽ ഇച്ഛാസ്വാതന്ത്ര്യം നൽകിയാണ് ദൈവം അവനെ സൃഷ്ടിച്ചത്. പക്ഷേ ഏദൻ തോട്ടത്തിൽ അനുസരണക്കേട് കാണിച്ചത് നിമിത്തമായിട്ട് പിശാചിന്റെ മുമ്പിൽ തൻ്റെ ആ ഒരു ഇച്ഛാസ്വാതന്ത്ര്യത്തെ, അവൻ്റെ ആ ഒരു സ്വാതന്ത്ര്യത്തെ അടിയറ വെച്ചു. അങ്ങനെ പിശാചിന്, പാപത്തിന് അടിമപ്പെട്ട് എഫേസ്യ ലേഖനം 2-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ വായിക്കുന്നത് പോലെ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ച അവസ്ഥയിലേക്ക് എത്തി. പ്രകൃതിയാൽ കോപത്തിന്റെ മക്കളായിരുന്നു. ഇച്ഛയ്ക്കും മനോവികാരങ്ങൾക്കും ഇഷ്ടമുള്ളത് ചെയ്ത് അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിന് അധിപതിയായവനെ അനുസരിച്ച് നടന്നു. നമ്മൾ മനസ്സിലാക്കുക, ഏദൻ തോട്ടത്തിലെ വീഴ്ചയ്ക്ക് ശേഷം ഇന്ന് ക്രിസ്തുവിലേക്ക് വരാത്ത എല്ലാ വ്യക്തികളും അവരുടെ മനസാക്ഷിയും അവരുടെ ഇച്ഛയും അവരുടെ ചിന്തയും എല്ലാം വീണുപോയ അവസ്ഥയിലാണ്. യഥാർത്ഥമായി പറഞ്ഞാൽ ആത്മീക മരണം സംഭവിച്ച അവസ്ഥയിലാണ്. ആത്മീക മരണം എന്ന് പറയുന്നത് എന്താണ്? ആത്മീക മരണം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കൂട്ടായ്മയിൽ നിന്ന് വേർപെട്ടു പോയ ഒരവസ്ഥയിലാണ് മനുഷ്യൻ ഇന്ന് ജീവിക്കുന്നത്. ആ ഒരു വ്യക്തിക്ക് ആത്മീക ജീവൻ പ്രാപിക്കുന്നത് അവൻ ക്രിസ്തുവിങ്കലേക്ക് വരുമ്പോഴാണ്. അപ്പോൾ നോക്കുക, പാപം ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ അകത്ത്, അല്ലെങ്കിൽ ഒരു വ്യക്തിയെ എങ്ങനെയാണ് പാപം അടിമത്തത്തിലാക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം പാപത്തെ ജയിച്ച് കർത്താവിനോടുകൂടെ നടക്കുക എന്നുള്ളതാണ്. പാപത്തിന് അടിമകളായി നമ്മൾ മുൻപോട്ട് പോകുന്നിടത്തോളം കാലം നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ നമുക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല, ഈ പാപം നമ്മളെ ബന്ധനസ്ഥരാക്കിക്കൊണ്ടിരിക്കുകയും നിത്യമായ നാശത്തിലേക്ക്, ശിക്ഷാവിധിയിലേക്ക് ആ വ്യക്തി പോവുകയും ചെയ്യും. ഓരോ വ്യക്തിയും നിത്യതയിൽ കർത്താവിനോടുള്ള കൂട്ടായ്മയിൽ വസിക്കുവാനായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് പാപത്തെ ജയിച്ച് ദൈവിക വിശുദ്ധി പ്രാപിക്കണമെന്ന് പറയുന്നത്. അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഹൃദയത്തിൻ്റെ അകത്ത് ആ ഒരു വിശുദ്ധി പ്രാപിക്കുന്നതെന്ന് മനസ്സിലാക്കണം. ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള, ഒരുപാട് സമയങ്ങളെടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. അതാണ് ഇങ്ങനെ മാക്സിമം സിമ്പിളായിട്ട് നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുവാനായിട്ട് ശ്രമിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം, മനുഷ്യന്റെ വീഴ്ചയ്ക്ക് ശേഷം അവന് സമ്പൂർണമായ ഒരു പതനമാണ് ഉണ്ടായത് എന്ന് പറഞ്ഞാൽ അവന്റെ ചിത്തം, അവന്റെ മനസ്സ്, അവന്റെ ജഡം എല്ലാം പാപത്തിന് അടിമപ്പെട്ടു പോയി എന്ന് നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ പാപത്തിന് അടിമപ്പെട്ടു എന്ന് പറയുമ്പോൾ തന്നെ മനുഷ്യൻ പാപം ചെയ്ത് ഒരു പരിധിക്കപ്പുറത്തേക്ക് പോകാതിരിക്കാനായിട്ട് ദൈവം മനുഷ്യന്റെ ഉള്ളിൽ വെച്ചതാണ് മനുഷ്യന്റെ ഉള്ളിലെ മനസാക്ഷി എന്ന് പറയുന്നത്. ഇല്ലേ? എത്ര വലിയ കൊടിയ പാപിയാണെങ്കിലും അവന്റെ ഉള്ളിൽ ദൈവം വെച്ച മനസാക്ഷി പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. എനിക്ക് തോന്നുന്നു മനുഷ്യന്റെ വീഴ്ചയ്ക്ക് ശേഷമാണ് മനുഷ്യന്റെ മനസാക്ഷി കൂടുതൽ സജീവമാകുന്നത്. മനസാക്ഷിയുടെ മുന്നറിയിപ്പുകളെ അവഗണിക്കരുത് എന്ന് പറഞ്ഞൊരു മെസ്സേജ് ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കേട്ടിട്ടില്ലാത്തവരാണെങ്കിൽ നിങ്ങൾ ആ വീഡിയോ ഒന്ന് പോയി കാണുക. ഞാൻ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആ വീഡിയോ ഒന്ന് ഇട്ടേക്കാം. അപ്പോൾ നിങ്ങളതൊന്ന് കയറി കാണുന്നത് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ദൈവത്തിന് സ്തോത്രം. സങ്കീർത്തനത്തിലൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് 139-ാം സങ്കീർത്തനത്തിന്റെ 23-ാമത്തെ വാക്യത്തിൽ ദാവീദിന്റെ പ്രാർത്ഥന, ഹൃദയത്തെ ശോധന ചെയ്യണമേ, എൻ്റെ ചിന്തകളെ ശോധന ചെയ്യണമേ, എന്നെ നേരായ പാതയിൽ നടത്തണമേ. അപ്പം എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ പ്രശ്നങ്ങൾ പുറമേയല്ല, നമ്മുടെ പ്രശ്നങ്ങൾ അകമേയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് പുറത്തെ പ്രശ്നങ്ങളെയാണ്, എന്നാൽ അകത്താണ് പ്രശ്നം കിടക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തിന് സ്തോത്രം. ജഡത്തിന്റെ ശക്തി ഒരു പരിധിക്കപ്പുറത്തേക്ക് അതിര് കടന്നാൽ നമ്മുടെ ഇച്ഛയ്ക്കകത്ത് നമ്മൾ ശരിയായ നിലയിൽ പോകണമെന്ന് ആഗ്രഹിച്ചാലും ആ ജഡം നമ്മളെ അതിന് അനുവദിക്കത്തില്ല. റോമാലേഖനം 7-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിൽ എനിക്ക് നന്മ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ പാപം എന്നിൽ വസിക്കുന്നത് കൊണ്ട് ഇച്ഛിക്കാത്ത തിന്മ ഞാൻ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ പൗലോസ് തന്നെ വിശേഷിപ്പിക്കുന്നത്, അയ്യോ, ഈ മരണത്തിന് അതീതമായ ഈ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും. 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിലൂടെ ലഭ്യമായ കൃപയിലൂടെ ഞാനതിനെ അതിജീവിക്കുമെന്നാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്.
ദൈവത്തിന് സ്തോത്രം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, പാപം എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ഹൃദയത്തെ ബാധിക്കുന്ന രോഗമായിട്ടാണ് നമുക്ക് ഈ പാപത്തെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. എന്നാൽ ഈ പാപത്തിൽ നിന്നുള്ള യഥാർത്ഥമായ ഒരു വിമോചനം കാൽവറി ക്രൂശിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആ രക്ഷണ്യ പ്രവൃത്തിയിലൂടെ നമുക്ക് ലഭ്യമായി തീർന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, നമ്മൾ ഈ ദൈവത്തിൻ്റെ വചനത്തെ ഹൃദയംഗമായി പഠിക്കണം എന്ന് പറയുന്നത്. ഹൃദയവിശുദ്ധിയുടെ ആവശ്യം, ദൈവത്തെ കാണാനായിട്ടുള്ള ഹൃദയവിശുദ്ധിയുടെ ആവശ്യം അതുകൊണ്ടാണ്. കഠിനപ്പെട്ട മനസ്സ് ദൈവത്തിൽ നിന്ന് നമ്മളെ അകറ്റിക്കൊണ്ടു പോകുന്നതാകുമ്പോൾ നമ്മുടെ മനസ്സ് കഠിനപ്പെടാതെ, നമ്മുടെ ചിന്തകൾ കഠിനപ്പെടാതെ ദൈവത്തോടുള്ള സമ്പൂർണ്ണ വിധേയത്വത്തിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടുകൂടി നമ്മളതിനെ റീഡയറക്റ്റ് ചെയ്ത് കൊണ്ടുപോകണം എന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ള വ്യക്തിക്ക് മാത്രമേ മനസാക്ഷി കുത്തില്ലാതെ പൂർണ്ണമായും ഞാൻ ദൈവേഷ്ടം അനുസരിച്ചാണ് ജീവിക്കുന്നതെന്ന് പറയുവാനായിട്ട് കഴിയുകയുള്ളൂ. എഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 36-ാം അധ്യായത്തിന്റെ 36 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട്, ഞാൻ ഒരു പുതിയ ഹൃദയം ഞാൻ അവർക്ക് കൊടുക്കും, എൻ്റെ ആത്മാവിനെ ഞാൻ അവരുടെ ഉള്ളിലാക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ട് നടത്തപ്പെടുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ദൈവശബ്ദം കേട്ടുകൊണ്ട് ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ മുൻപോട്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് യേശുക്രിസ്തു പറഞ്ഞ കൽപ്പനകൾ, രക്ഷിക്കപ്പെടുക, വേർപാടും വിശുദ്ധിയും അനുഷ്ഠിക്കുക, ദൈവകൽപ്പനയാകുന്ന സ്നാനം എന്നിത്യാദി കാര്യങ്ങളെല്ലാം പാപത്തിൽ നിന്നുള്ള ഒരു മരണം, അല്ലെങ്കിൽ പാപസംബന്ധമായ ഒരു വ്യക്തിക്ക് പാപത്തിൽ അവൻ മരിക്കുന്നത് അവൻ ദൈവകൽപ്പനകൾ അനുസരിക്കുമ്പോഴാണ്. ക്രിസ്തുവിലൂടെ ഒരു വ്യക്തിക്ക് ലഭിക്കുന്നത് ഉയർപ്പാണ്. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങളിൽ വായിക്കുന്നത്, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെ അവൻ ഉയർപ്പിച്ചു. അപ്പൊ മനസ്സിലാക്കുക, അതിക്രമത്തിലും പാപത്തിലും മരിച്ചു കിടന്നിരുന്ന നമ്മളെ ക്രിസ്തുവിലൂടെയാണ് ഉയർപ്പിച്ചത്. ഇവിടെയാണ് യേശു ക്രിസ്തുവിൻ്റെ കാൽവറി മരണത്തിൻ്റെ പ്രാധാന്യത നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഓരോ വ്യക്തിയും ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ നടക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തിയും യേശുക്രിസ്തുവിൽ പൂർണ്ണമായും വിശ്വസിച്ച്, കാരണം കർത്താവായ യേശുക്രിസ്തു ഒരു ജാതിക്കോ ഒരു മതത്തിനോ ഏതെങ്കിലും സംഘടനയ്ക്കോ ഒന്നുമല്ല, സകല മാനവജാതിയുടെയും പാപത്തിന്റെ പരിഹാരത്തിനായിട്ടാണ് താൻ മരിച്ചത്. ഒരു കുറ്റവും ചെയ്യാതിരുന്നിട്ടും താന് മരണത്തെ സ്വയം വരിച്ചതിന്റെ കാരണം സകല മാനവജാതിയുടെയും പാപത്തിന്റെ പരിഹാരത്തിനായിട്ടാണ്. അങ്ങനെയെങ്കിൽ ക്രിസ്തുവിന്റെ മരണത്തിന്റെ അകത്ത്, മരണ അടക്ക പുനരുദ്ധാനത്തിന്റെ അകത്ത് സംഭവിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ പഠിക്കണം. അതിനെക്കുറിച്ചുള്ള മെസ്സേജുകൾ അടുത്ത ദിവസങ്ങളിൽ നമുക്ക് ഉണ്ടാകും. അല്ലാത്തടത്തോളം കാലം ഒരു വ്യക്തി എങ്ങനെ പാപത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് വിചാരിച്ചാലും അവൻ ഒരിക്കലും അതിൽ നിന്ന് സമ്പൂർണമായ ഒരു വിജയം ഒരിക്കലും സാധ്യമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിൽ ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കട്ടെ എന്ന് പറയുമ്പോൾ, പാപം വസിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യന്റെ മനസ്സ്, പാപത്താൽ നിയന്ത്രിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇച്ഛാശക്തികൾ അല്ലെങ്കിൽ അവന്റെ ചിന്താഗതികൾ, ഇതെല്ലാം ക്രിസ്തുവിനാൽ നിയന്ത്രിക്കപ്പെട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ സമ്പൂർണമായും നിയന്ത്രിക്കപ്പെട്ട് ഹൃദയ വിശുദ്ധി പ്രാപിച്ച് ദൈവത്തെ കണ്ട് മുൻപോട്ട് പോകാനായിട്ട് കഴിയും. അതാണ് ഞാൻ ആദ്യം പറഞ്ഞ വാക്യം, ഹൃദയ വിശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും എന്ന് യേശു പറഞ്ഞ വാക്കുകളുടെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. കുറച്ചുകൂടെ വ്യക്തമായിട്ട് അടുത്ത ദിവസങ്ങളിൽ ഈ കാര്യത്തെക്കുറിച്ച് നമ്മൾ പറയാം. നമ്മൾ മനസ്സിലാക്കുക, നമ്മൾക്ക് പുറമേ അല്ല, ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയുന്നു, നമുക്ക് പുറമേ അല്ല മാറ്റം ആവശ്യം, നമ്മുടെ അകത്താണ് നമുക്ക് മാറ്റത്തിൻ്റെ ആവശ്യം. നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്താണ് നമുക്ക് രൂപാന്തരം ഉണ്ടാകേണ്ടത്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതുപോലെ മാനസാന്തരം നടക്കുന്നത് ഹൃദയത്തിൻ്റെ അകത്താണ്. ഒരു വ്യക്തി വീണ്ടും ജനിക്കുമ്പോൾ, ഒരു വ്യക്തി ക്രിസ്തുവിൽ പുതിയ മനുഷ്യനാകുമ്പോൾ അവൻ്റെ ആ പഴയ മനുഷ്യനെ സമ്പൂർണമായിട്ടും അവന് മാറ്റമുണ്ടായി. അവനെ മുൻപോട്ട് കൊണ്ടുപോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. അത് പ്രാപിച്ചുകൊണ്ട് ആ ഒരു ദൈവിക വിശുദ്ധി പ്രാപിച്ച് കർത്താവിൻ്റെ ശബ്ദം കേട്ട് പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ട് മുന്നോട്ട് പോകുവാൻ നമുക്ക് കഴിയട്ടെ. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. വചനങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും ദൈവം അനുവദിക്കുന്നെങ്കിൽ പുതിയ സന്ദേശങ്ങളുമായിട്ട് അടുത്ത ദിവസങ്ങളിൽ നമുക്ക് കാണാം. ആമേൻ. ഗോഡ് ബ്ലെസ് യു.